ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിനയനാകെ തല്ലുകൊണ്ട് അവശനായി തിരിച്ച് വീട്ടിലേക്ക് എത്തുകട്ടോ ചെയ്യുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് നിരഞ്ജന വിചാരിക്കുന്നു സാന്റാക്ലോസ് വന്നതാണെന്ന് കേട്ടോ. ആ വേഷത്തിൽ വരുന്നുണ്ട്. അമ്മേ സാന്റ വന്നു എന്നും പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ തുള്ളിച്ചാടി ചെല്ലുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ വിനയം പറയും, സാന്റ അല്ലടീ ഇത് ഞാനാ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്, മുഖം മൂടി ഊരിക്കൊണ്ട്. അയ്യോ അച്ഛനായിരുന്നു, അച്ഛൻ ഇതൊക്കെ ഇട്ടുകൊണ്ട് എവിടെ പോയതാന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാനൊന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോയതാന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. ആഹാ കൊള്ളാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സോനയും അങ്ങോട്ടേക്ക് വരിക കേട്ടോ ചെയ്യുന്നത്. അല്ല അച്ഛൻ ഡാൻസൊക്കെ കളിച്ചു, അച്ഛൻ എന്ത് പറ്റി, അച്ഛന് വയ്യേ എന്നൊക്കെ ചോദിക്കുക കേട്ടോ ചെയ്യുന്നത് നിരഞ്ജന. ഞാൻ കുറച്ച് ഡാൻസ് കളിച്ചു, അപ്പോൾ ഒന്ന് വീണതാ, നടുവിനൊക്കെ ഒരു ഇച്ചിരി വേദനയുണ്ടെന്ന് പറയുന്നു. ആണോ, നീ ഒന്ന് ഡാൻസ് കളിക്കാൻ പോകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ വരത്തില്ലായിരുന്നു പ്രതിഭ ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ നിരഞ്ജന പറയുന്നു, ഓ ക്രിസ്മസിന് എല്ലാ പ്രാവശ്യം സാന്റ വരുന്നത്, ഈ പ്രാവശ്യം വന്നില്ല, അതുകൊണ്ട് അച്ഛൻ ഇവിടെ ഒന്ന് ഡാൻസ് കളിച്ചേ കാണട്ടെ എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. എനിക്ക് വയ്യ മോളെ, എനിക്കിനി ഒരു അടി നടക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. കുഞ്ഞിൻ്റെ ആഗ്രഹമല്ലേ അങ്ങ് സാധിച്ചു കൊടുക്കുന്ന പ്രതിഭയും പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ സോനയും പറയുന്നുണ്ട്, കളിക്കുന്ന ഇതൊക്കെയല്ലേ രസമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. നിൻ്റെ കയ്യിൽ ഒരു മുഖംമൂടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഡാൻസ് കളിച്ചേനെ എന്ന് പ്രതിഭ പറയാം നിന്നോടൊപ്പം. മുഖംമൂടിയാണോ, ഞാൻ തരാമെന്നും പറഞ്ഞ് വിനയൻ എടുത്ത് വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ പ്രതിഭയും മുഖംമൂടി അണിയുക കേട്ടോ ചെയ്യുന്നത് സാന്റയുടെ. അങ്ങനെ സോനയാണെങ്കിൽ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ സാന്റയുടെ മുഖം മൂടിയിട്ട് പ്രതിഭയും വിനയനും ഒക്കെ കൂടെ നിന്ന് ഒരുമിച്ച് ഡാൻസ് കളിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് കാണുന്ന സോനയ്ക്ക് നിരഞ്ജനയ്ക്കും വലിയ കോമഡി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അവസാനം വിനയനും വയ്യാതാവുക കേട്ടോ ചെയ്യുന്നത്. നല്ല തല്ല് കിട്ടിയ ക്ഷീണത്തിലാണ്. അപ്പോൾ ഉടനെ വിനയൻ മതി എന്നും പറഞ്ഞുകൊണ്ട് പോയി അകത്തിരിക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ വിനയന് നല്ല 8ൻ്റെ പണി തന്നെ കിട്ടുന്നുണ്ട്. പിന്നീട് മഹേഷ് ഈ വിവരം അറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുന്നു. ഹരിയോടും ചിത്തിരയോടും ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ചേച്ചിക്ക്, എന്താ പെട്ടെന്നുണ്ടായെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ അച്ഛമ്മ ബോധം കെട്ട് കിടക്കുകയായിരുന്നു, പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണെന്ന് പറയട്ടോ ചെയ്തിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒന്നും പറഞ്ഞില്ല, എനിക്ക് ആകെ പേടിയാവുന്നു മഹേഷ് മാമ എന്ന് പറയട്ടോ ചെയ്യുന്ന ചിത്തിര. പേടിക്കൊന്നും വേണ്ട, ഞാൻ എന്തായാലും ഡോക്ടറിനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുന്നു. പിന്നീട് ചിത്തിര ഹരിയെടുക്ക് പറയുന്നുണ്ട്, അച്ഛമ്മ എനിക്കെല്ലാം, അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. ഹരി സമാധാനിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചിത്തിരെ ആശ്വസിപ്പിക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് ഡോക്ടറിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട് മഹേഷ്. എന്തെങ്കിലും പേടിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പേടിക്കാനുണ്ടെന്നും പറയാൻ പറ്റില്ല, പേടിക്കാനില്ലെന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് കുട്ടികൾ പറഞ്ഞ വിവരം മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് ബോധം കെട്ട് വീണു എന്നാണ് കുട്ടികൾ പറഞ്ഞതെന്ന് പറയുന്നു. ചില BP കൂടിയാലും ഇത് സംഭവിക്കാം, ഷുഗർ കൂടിയാലും ഒക്കെ ഇങ്ങനെ സംഭവിക്കാം. പക്ഷേ ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ BP ഷുഗറും ഒക്കെ നോർമലാണ്. അതുകൊണ്ട് എന്താണ് കാരണമെന്ന് അറിയണമെങ്കിൽ വ്യക്തമായ ടെസ്റ്റ് നടത്തണം. അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്താണ് അസുഖമെന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പറയുന്നു. എന്തായാലും പ്രായമൊക്കെ ആയതല്ലേ, എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് വിടാമെന്നും പറയുന്നു. പെട്ടെന്ന് സിസ്റ്റർ വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഒന്ന് കൊണ്ടുവന്ന പേഷ്യൻറ്റിന് ബോധം തെളിഞ്ഞു. അവിടെ മല്ലികാമ്മ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ചെയ്യുന്നത്. പക്ഷേ മല്ലികാമ്മ കണ്ണ് തുറന്നെങ്കിലും ചിത്തിരയോ മഹേഷിനെയോ ഒന്നും കാണാനായിട്ട് ശരിക്കും പറ്റുന്നില്ല, എല്ലാം ഒരു മൂടൽ പോലെ തോന്നുന്നു കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ചിത്തിര പറയുന്നുണ്ട്, അച്ഛമ്മേ ഞാനാ, മനസ്സിലായില്ലേന്ന് ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ ചൊറിഞ്ഞോട് നോക്കുന്നുണ്ട് മല്ലികാമ്മ. എനിക്കെല്ലാം മൂടൽ പോലെ തോന്നുന്നു, എന്താ പറ്റിയെന്ന് അറിഞ്ഞുകൂടാന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്താണ് ശരിക്കും ഉണ്ടായെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ വഴി കൂടെ നടന്നുകൊണ്ടിരുന്നപ്പോഴും കണ്ണിതാ ഇതുപോലെ മൂടുന്ന പോലെ തോന്നി, പെട്ടെന്നാണ് ബോധം പോയെന്നും പറയട്ടോ ചെയ്യുന്നത്. ഐ ഡ്രോപ്സ് ഒഴിക്കുമ്പോൾ ശരിയാവുമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിൽ തുള്ളി മരുന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്ന ഡോക്ടർ. തുള്ളി മരുന്ന് ഒഴിച്ചു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ മല്ലികാമ്മയ്ക്ക് എല്ലാവരെയും നല്ല വൃത്തിയായിട്ട് കാണാനൊക്കെ സാധിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഡോക്ടറിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉടനെ മല്ലികാമ്മ പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് പോകാമോ ഡോക്ടർ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇങ്ങനെ പോകാനായിട്ട് സാധിക്കും, എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കണ്ടേ, അതിനുശേഷമേ പോകാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയുന്നു. അതായത് രോഗനിർണയം വളരെ പ്രധാനമാണെന്നും അതിനുവേണ്ടി ചില ടെസ്റ്റുകളൊക്കെ നടത്താനായിട്ട് കൊടുത്തിട്ടുണ്ടെന്നും അതും കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അതുവരെ ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കണമെന്ന് മല്ലികാമ്മ ചോദിക്കുന്നു. ഇവിടെ ഏതായാലും കിടക്കേണ്ട, റൂമിലേക്ക് മാറ്റാമെന്ന് ഡോക്ടർ പറയട്ടോ ചെയ്ത്. എന്തായാലും റെസ്റ്റ് എടുക്കുക, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കത്തില്ലല്ലോ എന്നും ഡോക്ടർ പറഞ്ഞു. അത് വേണോ ഡോക്ടറേയും ചോദിക്കുന്നു. പ്രായമൊക്കെ എനിക്ക് 60 വയസ്സായി, അതിൻ്റെ കുഴപ്പങ്ങളായിരിക്കും എന്ന് പറയും. അതൊക്കെ നമുക്ക് എന്താണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകുക കേട്ടോ ചെയ്യുന്നത്. മഹേഷ് നമുക്ക് ഇവിടെ നിന്ന് പോകാം, എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് മല്ലികാമ്മ നിർബന്ധം പിടിക്കുക. എന്തായാലും ചേച്ചി ഇവർ പൈസ പിടുങ്ങുന്ന ആശുപത്രി ഒന്നുമല്ല, നല്ല ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് പോകുന്നതല്ലേ നല്ലത്, അതുവരെ ചേച്ചി ഒന്ന് സമാധാനപ്പെടുന്നു പറയാട്ടോ ചെയ്യുന്ന മഹേഷ്. എന്നാലും എനിക്കിങ്ങനെ കിടക്കാനൊന്നും പറ്റത്തില്ല മഹേഷ് എന്ന് പറയും. ചാടി എണീക്കാട്ടോ ചെയ്യുന്ന മല്ലികാമ്മ. എന്തായാലും ചേച്ചി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, നമുക്ക് എന്തായാലും ടെസ്റ്റ് കഴിഞ്ഞാൽ റിസൾട്ട് ഇപ്പോൾ ഉടനെ വരുമല്ലോ എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് ആ വീൽ ചെയറുമായിട്ട് സിസ്റ്റർ അങ്ങോട്ടേക്ക് വരും. അയ്യേ എനിക്ക് വീൽ ചെയറിൻ്റെ ഒന്നും ആവശ്യമില്ല സിസ്റ്റർ, ഞാൻ നടന്നു വന്നോളാം എന്ന് പറഞ്ഞിട്ട് മല്ലികാമ്മ നടന്ന് റൂമിലേക്ക് പോവാട്ടോ ചെയ്യുന്നത്. ഇവിടെ പ്രതിഭയാണെങ്കിൽ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് വിനയൻ്റെ അടുക്ക വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ പോലീസുകാർ നിന്നെ ഒരുപാട് തല്ലിയോടാന്ന് ചോദിക്കുന്നു. അമ്മേ മോശം പറയല്ലോ, നല്ല പോലെ തല്ലി,
പേശ കിട്ടിയെന്ന് പറയുന്നു. പിന്നെ ഞാനാണെന്ന് മനസ്സിലായതിന് ശേഷമാണ് അവരെന്നെ വെറുതെ വിട്ടത്. എന്താ വിനയ നമുക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കും, നമ്മൾ എന്ത് ചെയ്താലും ഇങ്ങനെ കുഴപ്പമാവുകയാണല്ലോ എന്ന് പ്രതിഭ ചോദിക്കുന്നു. അപ്പോൾ ഉടനെ സോന വന്നിട്ട് പറയുന്നത്, നിങ്ങളെ ചെയ്തിട്ട് എല്ലാത്തിനും നിങ്ങൾക്ക് തന്നെ തിരിച്ചടി കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാമെന്ന് പറയുന്നു. നിന്നെ ഇവിടെ ആരും വിളിച്ചില്ലല്ലോ എന്ന് വിനയം പറയുമ്പോഴത്തേക്ക്, ഈ വീട്ടിൽ ഞാനും കൂടെ താമസിക്കുന്നത്, അതുകൊണ്ട് ഞാൻ മറുപടി പറയുമെന്ന് പറഞ്ഞിട്ട് സോന പറയാം, നിങ്ങളുടെ ഭാഗത്ത് ന്യായമില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ തിരിച്ചടി നേരിടേണ്ടി വരുന്നത്. എന്തായാലും പുതിയ വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയെങ്കിലും നല്ലത് ചെയ്യാൻ തുടങ്ങിയാൽ നല്ലത് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം എല്ലാം നഷ്ടങ്ങളായിരുന്നു, ഈ വർഷമെങ്കിലും മനസമാധാനമായിട്ട് എനിക്ക് ജീവിക്കണമെന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നതെന്ന് ആക്കിക്കൊണ്ട് പ്രതിഭ ചോദിക്കട്ടോ ചെയ്യുന്നത്. മല്ലികാമ്മയുമായിട്ടുള്ള എല്ലാ വഴക്കും ഉപേക്ഷിച്ച് നിങ്ങൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കണമെന്ന് പറഞ്ഞു. ഓഹോ, അപ്പം ഞങ്ങളെല്ലാം മറന്ന് അവളോട് സ്നേഹം കാണിക്കണമെന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കുന്നു. അതെ, അങ്ങനെ ജീവിച്ചാൽ മാത്രമേ ഇനി നിങ്ങൾക്ക് രക്ഷയുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടികൾ മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് പറയുന്നു. നിങ്ങളുടെ നന്മ കരുതിയിട്ടാണ് ഞാനിത് പറയുന്നെങ്കിൽ വേണമെങ്കിൽ എടുത്താൽ മതിയെന്നും ഒക്കെ പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ വിനയം നല്ലപോലെ ദേഷ്യപ്പെടുന്നുണ്ട് സോന എടുക്കുക. അപ്പോൾ പ്രതി പറഞ്ഞിട്ട് നീ മിണ്ടാതിരി, അവൾ പറയട്ടെ അവൾക്ക് പറയാനുള്ളത് എന്ന് പറയട്ടെ ചെയ്യുന്നത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വലിയ വലിയ തിരിച്ചടികളായിരിക്കും. മല്ലികാമ്മയെ കൊല്ലാനായിട്ട് നിങ്ങൾ നോക്കുന്നു, അതൊരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല എന്ന് സോന തറപ്പിച്ച് പറയുക കേട്ടോ ചെയ്യുന്നത്. ശരി, ഞങ്ങൾ ആലോചിക്കാം, മോള് ചെല്ലുമെന്നും പറഞ്ഞിട്ട് പ്രതിഭ സോനയെ പറഞ്ഞു വിടുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ പ്രതിഭയും വിനയനും കൂടെ സോനയെ കളിയാക്കി പൊട്ടിച്ചിരിക്കുക കേട്ടോ ചെയ്യുന്നത്. വെഡ്ഡി വന്ന് പറഞ്ഞത് കേട്ടില്ലേന്നും പറഞ്ഞുകൊണ്ട് സോനയെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. ഇവർ നന്നാവാനൊന്നും പോകുന്നില്ല കേട്ടോ. ഇവിടെ മല്ലികാമ്മയാണെങ്കിൽ ഒരു കേക്കൊക്കെ മഹേഷിനെ കൊണ്ട് വാങ്ങിപ്പിച്ച് വെക്കുന്നു. ഇവിടെ ഇരുന്നിട്ട് മടുപ്പ് മാറാനാണ് ഈ കേക്ക് മേടിച്ചതെന്ന് ചിത്തിരിയോട് പറയാം. അങ്ങനെ അവർ ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട് കേക്ക് മുറിക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ പരസ്പരം അവർ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് കേക്കൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും മല്ലികാമ്മയ്ക്ക് എന്തോ കാര്യമായിട്ടൊരു അസുഖമുണ്ട് കേട്ടോ. അതാണ് മല്ലികാമ്മ പെട്ടെന്ന് കണ്ണിങ്ങനെ മൂടുന്ന പോലെ വന്നിട്ട് പെട്ടെന്ന് തല കറങ്ങി വീഴുകയും മറ്റും ചെയ്തത്. ഇനിയിപ്പോൾ ആരും മല്ലികാമ്മയെ കൊല്ലേണ്ടി വരത്തില്ല, മല്ലികാമ്മയുടെ അസുഖം കാരണം തന്നെ മല്ലികാമ്മയ്ക്ക് അത് സംഭവിക്കും. അവസാനം മല്ലികാമ്മ ചിത്തിരെ ഈ അസുഖ വിവരം അറിയുമ്പോഴത്തേക്കും ക്യാപ്റ്റനെ തിരിച്ചു കൊണ്ട് ഏൽപ്പിക്കും കേട്ടോ. എന്നിട്ട് പറയുകയും ചെയ്യും മല്ലികാമ്മ, കാരണം നിങ്ങൾ എനിക്ക് എൻ്റെ ചിത്തുവിനെ തിരിച്ചു തന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു, ഒരുപാട് ആഘോഷിച്ചു. ഇനി എനിക്ക് ചിത്തുവിനെ നോക്കാനായിട്ട് സാധിക്കില്ല, അതിന് ഏറ്റവും പറ്റിയത് അവിടെ സംരക്ഷണം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശംഖുവിനെയും അതുപോലെ തന്നെ ക്യാപ്റ്റനെയും തിരികെ ഏൽപ്പിച്ചിട്ട് മല്ലികാമ്മ യാത്രയാവുന്നതും കാണാൻ കേട്ടോ. അതായത് ആർക്കും മല്ലികാമ്മയെ കൊല്ലാനായിട്ട് സാധിക്കില്ല, സമയമാകുമ്പോൾ മല്ലികാമ്മ തന്നെ പോകുന്നതായിട്ടാട്ടോ. പിന്നീട് സിസ്റ്റർ വന്ന് ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് ടെസ്റ്റുകൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബ്ലഡ് എടുക്കാൻ വരുമ്പോഴത്തേക്കും സൂചിയും കൊണ്ട് വരും മല്ലികാമ്മ പേടിക്കുക കേട്ടോ ചെയ്യുന്നത്. കണ്ടില്ലേ സിസ്റ്റർ, ഭയങ്കര വീരശൂര പരാക്രമിയാണെന്ന ധാരണ, പക്ഷേ സൂചി കണ്ടാൽ അപ്പോൾ പേടിക്കുമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ സിസ്റ്റർ പറഞ്ഞാണോ എന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത് മല്ലികാമ്മയുടെ. ഇവള് ചുമ്മാ ഓരോന്നും കളിക്ക് പറയുന്നതല്ലേ, അങ്ങനെയൊന്നുമില്ല സിസ്റ്റർ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടല്ലോ സിസ്റ്റർ, സൂചി വന്നപ്പോൾ എന്നെ കുത്തല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കുക കേട്ടോ ചെയ്യുന്നത്. പക്ഷേ റിസൾട്ട് വരുമ്പോഴത്തേക്കും മല്ലികാമ്മയുടെ അസുഖ വിവരം അറിയുമ്പോഴത്തേക്കും എന്തായാലും മല്ലികാമ്മയ്ക്ക് നല്ല ടെൻഷൻ ആവും കേട്ടോ. ചിത്തുവിനോട് ആ വിവരം പറയുക പോലും ചെയ്യത്തില്ല. എന്തായാലും ചുമ്മാതെയൊന്നും മല്ലികാമ്മ തലകറങ്ങി വീഴില്ല. എന്തെങ്കിലും ഒരു അസുഖം മല്ലികാമ്മയ്ക്കുണ്ട്, കഥയ്ക്ക് എന്തെങ്കിലും ഒരു വഴിത്തിരിവ് വേണമല്ലോ. ഇനി അതാണ് കേട്ടോ കാണാനായിട്ട് ഇരിക്കുന്നത്. എന്തായാലും മല്ലികാമ്മ അവിടെ നിന്ന് ബഹളം വെക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ